നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ആരാണ് ബുദ്ധിമാൻ ചോദിച്ചു അല്ലേ, മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുന്നവർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മരണത്തെക്കുറിച്ച് ഓർത്താൽ നമ്മൾ തന്നെ ഒന്ന് ഫിൽട്ടർ ചെയ്യും നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ ഇടപാടുകളെ, നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, മരിക്കണമല്ലോ. അപ്പോൾ നിസ്കാരത്തിൽ ഖുശൂ കിട്ടാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പം കൊടുത്ത മറുപടി എന്താ, ഇതെൻ്റെ അവസാനത്തെ നിസ്കാരമാണ്. ഒന്നും വേണ്ട, നമ്മൾ നാളെ മരിക്കുന്നൊരു ഉറപ്പ് കിട്ടിയാൽ നമുക്ക് ജീവിക്കാൻ ആസ്വദിക്കാൻ കഴിയില്ലല്ലോ, ആകെ വെപ്രാളം ബേജാറുമായിരിക്കും. മരണത്തോട് കൂടിയിട്ട് എല്ലാതും അങ്ങോട്ട് അവസാനിക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. അപ്പം മരണത്തോട് കൂടി അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയ ടെൻഷൻ. സാധാരണ നമ്മൾ പറയലുണ്ട്, പിന്നെ ഞാൻ മരിച്ചാൽ എൻ്റെ ബാക്കിയുള്ളവർക്ക് ആരാന്നുള്ളത്. ഞാൻ പറയണത് അങ്ങനത്തെ ഒരു ചിന്തയെ നമുക്ക് വേണ്ട. നമുക്ക് ആരാണെന്നുള്ളത് മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. ഉസ്മാൻ റളിയല്ലാഹുവിനല്ലേ ഖബർ കാണുമ്പോൾ കരയുമായിരുന്നു. അശ്റത്തുൽ മുബശ്ശിരീന ബിൽ ജന്നയാണ്. എന്നിട്ട് പോലും അവർക്കൊക്കെ അങ്ങനെ ഒരു പേടിയും ഭയവും. കാരണം ഖബർ എന്നുള്ളൊരു ആ ഒരു പിന്നെ ഇടയിലുള്ളൊരു സംഭവം കഴിഞ്ഞിട്ടാണല്ലോ ബാക്കി ലോകം വരുന്നത്. അതിനെക്കുറിച്ചുള്ളൊരു ഭയം അവർക്ക് നന്നായിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെ അയൽവക്കത്ത് പോലും ആ ഒരു ഭയം ഉള്ളിലില്ല എന്നതാണ് നമ്മളിങ്ങനെ തെറ്റുകളിലേക്ക് കൂടുതൽ അടുപ്പിക്കാനുള്ളൊരു കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അവരുടെ ഈമാനൊന്നും നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല, ഒരിക്കലും കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം അവർ പ്രവാചകനെ കണ്ട് ജീവിച്ചവരാണ്, പ്രവാചകൻ്റെ കൂടെ ജീവിച്ചവരാണ്, പ്രവാചകനിൽ നിന്ന് നേരെ ദീന് ലഭിച്ച ആളുകളാണ്. അപ്പോൾ അത്ര ഒരു ഈമാനിലേക്ക് നമുക്ക് എത്താൻ സാധ്യമല്ലെങ്കിലും നമുക്ക് പരമാവധി ജീവിക്കാൻ സാധ്യമാക്കുക അതിനുള്ള അവസരങ്ങളാണ് റേഡിയോ പോലെ നമുക്ക് ഒരുക്കി തരുന്നത് എന്ന മറ്റൊരു വിഷയം. ഓരോ കാര്യങ്ങൾക്കും നമുക്ക് പ്രാർത്ഥന ഇസ്ലാം വളരെ ശക്തമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. കടങ്ങൾ അല്ലേ, നമ്മളൊക്കെ മനസ്സിലുണ്ടാവും. ഒരു 10 റുപ്യ ആണെങ്കിലും 10,000 ആണെങ്കിലും ലക്ഷമാണെങ്കിലും അത് വീട്ടാനുള്ളൊരു ആയുസ് മാത്രമല്ല ആഫിയത്തും അല്ലേ, തൗഫീക്കും അത് ഉണ്ടാകണേ എന്നുള്ളതാണ്. കാരണം നമ്മളിപ്പോൾ ഈ കടത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ചില ആളുകൾ ആത്മഹത്യയിലേക്ക് വരെ പോകുന്നത് എന്തിനാ ശരിക്കും അല്ല, ഞാൻ പറയാം, ആത്മഹത്യ ഒരിക്കലും പരിഹാരമല്ല നമുക്കറിയാം. പക്ഷെ ആത്മഹത്യയിലേക്ക് കടങ്ങളെക്കുറിച്ച് ആലോചിച്ച് അങ്ങേറ്റ, പക്ഷേ അയാൾക്ക് അയാളെ മുമ്പിൽ ഒരു ജീവിതം പടച്ചോൻ കൊടുക്കുന്നുണ്ടല്ലോ. പക്ഷെ ആ ജീവിതത്തെ തന്നെ എടുത്തു കളയുമ്പോൾ, സ്വയം കൊണ്ട് എടുക്കുമ്പോൾ പിന്നെ ആ കടങ്ങളിലേക്ക് ഒരു ഉറുപ്പ്യ വീട്ടാനുള്ള അവസരം ഉണ്ടോ? ഇല്ലല്ലോ. പക്ഷെ അങ്ങനെ ആ സമയത്ത് ആരും ചിന്തിക്കണില്ല. ചിലപ്പോൾ വീട്ടാൻ പറ്റാവുന്ന കടങ്ങളെ ഉണ്ടാവുള്ളൂ. എന്നാലും അതിനെക്കുറിച്ച് വെറുതെ ആലോചിച്ചിട്ട് എന്ത് ചെയ്യും, ജീവിതം അവസാനിക്കുന്ന രൂപത്തിലേക്ക് ചിലപ്പോൾ സഹായങ്ങൾ കിട്ടാം. പക്ഷെ നമുക്ക് ക്ഷമയില്ല എന്നുള്ളതാണ് അല്ലേ. ഒരു നിമിഷം സ്വയം ചോദിക്കൂ, ഇന്ന് എൻ്റെ ജീവിതത്തിലെ അവസാന ദിവസമായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ചെയ്ത കാര്യങ്ങളിൽ എത്രത്തോളം ഞാൻ സന്തുഷ്ടനായിരിക്കും. ഇപ്പോൾ നമ്മളെ ഇതിന്ന് അവസാനത്തെ ഒരു ദിവസമാണ്, നമുക്ക് ഇന്ന് രാത്രി കിടക്കാൻ നേരത്താണ് അറിയണമെന്ന് വിചാരിക്കുക. അങ്ങനെ സംഭവമില്ല, പക്ഷെ എന്നാലും നമ്മൾ ആലോചിക്കുക ജസ്റ്റ്. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുക, ഇനിൻ്റെ മുമ്പിൽ ഒരു അവസരമല്ല, അടുത്ത സെക്കൻഡിൽ അടുത്ത മണിക്കൂറിൽ ഞാൻ മരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഹാപ്പിയാണോ എന്ന് നമുക്ക് ചിന്തിക്കാനുള്ളൊരു അവസരമാണ്. ഇങ്ങനെയൊന്നും ആലോചിച്ചാൽ മതി, കിടക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ ആലോചിച്ചാൽ മതി, ഇന്ന് ഞാൻ ചെയ്ത കാര്യങ്ങൾ എത്രത്തോളം നല്ലതാണ്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിന് സന്തോഷമുള്ളതാണ്, മറ്റുള്ളവനെ പറ്റിച്ചിട്ടുണ്ടോ, വഞ്ചിച്ചിട്ടുണ്ടോ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, കളവ് പറഞ്ഞിട്ടുണ്ടോ, കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അങ്ങനെ ചിന്ത എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നത് മുതലുണ്ടെങ്കിൽ വൈകുന്നേരം സമാധാനത്തിൽ കിടന്നുറങ്ങാന്നുള്ളതാണ്. അതുമാത്രമല്ല, നമ്മൾ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമുക്ക് അവസരം ഇവിടെ ഉള്ളത്. പരലോകത്ത് വിചാരണയും അവിടുത്തെ രക്ഷാശിക്ഷകളൊക്കെ കാണുമ്പോൾ, പ്രത്യേകിച്ച് നരക കാളിക്കത്തും കാണുമ്പോൾ സ്വാഭാവികമായി മനുഷ്യൻ ചോദിച്ചു പോകുന്ന ഫഹൽ ഇല ഖുറൂജി മിൻ സബീൽ, റബ്ബി പുറത്ത് കിടക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? കാരണം ബോധ്യപ്പെടുകയാണ്, നേരെ കണ്ട് ബോധ്യപ്പെടുകയാണല്ലോ, എന്നാൽ ഞാൻ നന്നായി ജീവിച്ചോളാം എന്നുള്ളതാണ്. അപ്പോൾ ആ ചോദ്യം ശരിക്ക് വിശ്വാസികൾ ചോദിക്കേണ്ടതില്ല. അവിടെ കിട്ടാത്തൊരു കവാടം ശരിക്കും ഇപ്പോൾ ഇവിടെ ഉണ്ട്, നമ്മൾ ജീവിച്ചിരിപ്പിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ മനസ്സിൽ തട്ടിയിട്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് മതിയായിരിക്കും. നമ്മൾ ചെയ്ത പിന്നെ എല്ലാ തെറ്റുകളും അല്ലാഹ് പുറത്തുതരാൻ മനസ്സറിഞ്ഞിട്ടാണ്. അതെ. അപ്പം നമ്മൾ തൗബ ചെയ്യുകയും പുണ്യങ്ങൾ ചെയ്യാൻ മത്സരം കാണിക്കുകയും ചെയ്യാണ് വേണ്ടത് അല്ലേ. ഓരോ അവസരങ്ങൾ അള്ളാഹു നമുക്ക് നൽകുന്നുണ്ട്, ദിവസങ്ങളുണ്ട്, ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഉണർന്ന് പ്രവർത്തിച്ചാൽ നമ്മൾ പരാജയപ്പെടൂല. അള്ളാഹ് ഒരിക്കലും നമ്മളെ വഞ്ചിക്കൂലല്ലോ. അള്ളാഹ് കളവ് പറയും, വഞ്ചിക്കുകയൊന്നും ചെയ്യില്ല. നമ്മളെ പോലെ അല്ലല്ലോ, വാഗ്ദാനം ചെയ്ത് അള്ളാഹ് വഞ്ചിക്കുകയൊന്നുമില്ല. അള്ളാഹു പറഞ്ഞാണ് നിങ്ങൾക്ക് ഞാൻ പുറത്തു തരും, നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരും എന്നൊക്കെ അള്ളാഹു പറഞ്ഞാണ്. അപ്പോൾ ആ അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസികൾ എന്ത് ചെയ്യുക, അവന് വേണ്ടി ജീവിതം സമർപ്പിച്ചാൽ അള്ളാഹ് 10 മടങ്ങ് തിരിച്ചു തരും. അല്ലേ. നമ്മളൊരു സുഹൃത്ത് പറഞ്ഞു, പിന്നെ ഞാൻ ശിർക്ക് ചെയ്യണില്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് ഹറാമും ചെയ്യുന്നില്ല,
ഇത് രണ്ടും ആ രണ്ട് കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് പടച്ചോൻ എന്നെ പിന്നെ രക്ഷപ്പെടുത്തും. അതൊരു ആത്മവിശ്വാസമാണ്. അതെ പക്ഷെ അങ്ങനെയെങ്കിലും നമുക്ക് ചിന്തിക്കാൻ പറ്റണം അതെ അല്ലേ? ശിർക്കൊരിക്കലും ആത്മവിശ്വാസം വേണം. നമ്മൾ ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല. നമ്മളെന്താ പറയുക, നമ്മൾ ഇങ്ങനെ കൂട്ടുകാർ കൂടുമ്പോഴൊക്കെ എപ്പോഴും ദുനിയാവിൻ്റെ കാര്യമാണ്. എന്താ ഇപ്പോൾ എൻ്റെ ശമ്പളം എത്രയാണ്, അല്ലെങ്കിൽ മക്കളിപ്പോൾ എന്താ എവിടെ പഠിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇത്തരം ഒരു ആഖിറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ചർച്ച ശരിക്കും ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഖുറാൻ ക്ലാസ്സിനോ അല്ലെങ്കിൽ ഒരു കുടുംബ സദസ്സിലോ ഒരു വിജ്ഞാന വേദിയോ ഒക്കെ ഒരു തസ്വിയ വേദിയിലൊക്കെ ആ ഒരു സദസ്സിൽ മാത്രമാണ് ഇങ്ങനെയുള്ള ചർച്ചകൾ വരുന്നുള്ളൂ. അല്ലെങ്കിൽ രണ്ടാൾക്കാർ കാണുമ്പോൾ എന്ത് സംസാരങ്ങളും ചർച്ചകളും എന്താണ്, ഫുള്ള് ദുനിയാവാണ്. അപ്പം അങ്ങനെയുള്ള ഇടയിൽ ജസ്റ്റ് നമ്മളിങ്ങനെ ശരിക്കും ആലോചിക്കണം അല്ലേ? നമ്മൾ കൂട്ടുകാർ ഒരുമിച്ചിരുന്ന് ആലോചിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഈ ആഖിറത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ആശ്വസിക്കാൻ ഞാൻ ശിർക്കും ഹറാമൊന്നും ചെയ്യണില്ല എന്നൊരു സ്വയം ഒരു ആത്മവിശ്വാസവും അതോടൊപ്പം ഒരു ഉറപ്പും നമ്മുടെ മനസ്സിന് നൽകാൻ സാധിക്കുമെങ്കിൽ അത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ തീർച്ചയായും നേട്ടം.